യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്കൊന്നിച്ചും ആയിരിക്കാൻ വീണ്ടും കർത്താവ് അനുവദിച്ചു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തിയായി തീർന്നാൽ അവൻ ആരായി തീരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ആരും ജനനം കൊണ്ട് ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പം തന്നെ ഒരു മതമല്ല. പലപ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നവർ ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണെന്ന് ഒരു ചിത്രീകരണം അല്ലെങ്കിൽ ഒരു ഇമേജാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. യേശു എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ ദേവൻ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം. ഇറ്റ് ഈസ് നോട്ട് സോ. ദൈവവചനത്തിൽ എങ്ങും നിങ്ങൾ ഈ ബൈബിൾ നോക്കിയാൽ അങ്ങനെ ഒരു ക്രൈസ്തവ മതത്തിൻ്റെ ഫൗണ്ടറായിട്ട് യേശുവിനെ കാണാറില്ല. വാസ്തവത്തിൽ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം വായിക്കുമ്പം ആൻറ്റിയോക്കിൽ വെച്ചാണ് ആദ്യമായി ഇവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. And when he had found him, he brought him to Antioch, and so for a whole year they assembled with the church. അവർ സഭയോട് കൂടെ ആരാധിച്ചു. സഭയിൽ ആരാധിച്ചു എന്നല്ല, ഇൻ ദ ചർച്ച് അല്ല എഴുതിയിരിക്കുന്നത്, വിത്ത് ദ ചർച്ച്. അതിൻ്റെ അർത്ഥം തന്നെ വളരെ ക്ലിയറാണ്. ചർച്ച് എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ദേ അസംബിൾ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ലാണ്. ആൻഡ് ദ ഹോൾ ഇയർ ദേ അസംബിൾഡ് വിത്ത് ദ ചർച്ച്. സഭയോട് കൂടി അവരാരാധിച്ചു. ആൻഡ് ടോട്ട് ഗ്രേറ്റ് മെനി പീപ്പിൾ ആൻഡ് ദ ഡിസൈപ്പിൾസ് വർ ഫസ്റ്റ് കോൾഡ് ക്രിസ്ത്യൻസ് ഇൻ ആൻറ്റിയോക്ക്. ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ അവർ ആദ്യമേ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് അന്ത്യോക്യയിലാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉള്ളവർ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെ, വചനത്തെ അനുസരിച്ചവർ, അവരെ കണ്ടു നിന്നവർ, അന്ത്യോക്യയിൽ നിന്നൊക്കെ ശിഷ്യന്മാരോട് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചു. ക്രിസ്ത്യൻ ഇൻ ക്രൈസ്റ്റ് പീപ്പിൾ. രണ്ട്, അവിടെ ശ്രദ്ധിച്ചത് സഭയോട് കൂടെ അവരാരാധിച്ചു. സഭയിൽ എന്ന അർത്ഥം എന്താ? ഒരു ബിൽഡിംഗ് അല്ല സഭയെന്ന് പറയുന്നത്. നൗ സഭയെക്കുറിച്ച്, ക്രൈസ്തവ സഭയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടിയ വളരെ അത്യാവശ്യമാണ്. സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വാസി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ താൻ ദൈവപുത്രനാണെന്നും താൻ മരിച്ചിടത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുന്നവർക്ക്, ആരും പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയായി തീരുന്നില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ബട്ട് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, അവനെ കൈക്കൊണ്ട് ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. ആ കൈക്കൊണ്ട്, ജനനത്താലല്ല. അതുകൊണ്ടാണ് അടുത്ത വചനം പറയാണ്, ദോസ് ഹു ആർ ബോൺ നോട്ട് ഓഫ് ബ്ലഡ്, നോട്ട് ദ വിൽ ഓഫ് ഫ്ലഷ്, നോർ ദ വിൽ ഓഫ് മെൻ. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, ബ്ലഡിനകത്തുനിന്ന് ഹെറിഡിറ്ററി ആയിട്ട് ആർക്കും ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടത്താലാകാൻ പറ്റത്തില്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. ആർക്കും എന്നാൽ ഞാൻ തീരുമാനിക്കുക നാളെ മുതൽ ഞാൻ ക്രിസ്ത്യാനിയാകാം, അങ്ങനെ ചേരാൻ പറ്റത്തില്ല. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതും ദൈവം തിരഞ്ഞെടുക്കുന്നവർക്കാണ് യേശുവിനെ കാണാനും യേശുവിനെ വിശ്വസിക്കാനും ഹൃദയം തുറക്കുന്നത്.
മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വിശുദ്ധ മത്തായി ഇങ്ങനെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ ആരാന്നാണ് പറയുന്നത്? പത്രോസ് ഉടനെ എടുത്ത് പറയുന്ന വാക്ക്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അത്രേ. ആ വാക്കിന് മറുപടി യേശു, എൻ്റെ പ്രസംഗം കേട്ട് നിനക്ക് മനസ്സിലായി എന്നല്ല പറയുന്നത്, മറിച്ച് പിതാവാം ദൈവം നിൻ്റെ ഹൃദയം തുറന്നതുകൊണ്ടാണ് നിനക്കിത് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ബോൺ ഫ്രം ഗോഡ്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ, പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതൽ ആണ് യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ അവനെ ബോൺ അഗെയിൻ എന്ന് പറയാം, ക്രിസ്ത്യൻസ് നാട്ടുകാരാ വിളിക്കും. എന്ന് പറഞ്ഞാൽ ഞാനൊരു മതവിഭാഗത്തിൻ്റെ ആളെ അല്ല, മതം പ്രചരിപ്പിക്കുന്ന ആളുമല്ല, മതവിഭാഗത്തിൻ്റെ ആളുമല്ല. യേശു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ആളായിരുന്നെങ്കിൽ നമുക്ക് യേശുവിനെ ഒത്തിരി ചെറുതാക്കുക. ലോകരക്ഷകനാണ്. അങ്ങനെയാണെങ്കിൽ സഭ എന്നാണ് ഉടലെടുത്തത്? സഭ എന്നാ തുടങ്ങിയത്? സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം. അതുകൊണ്ടാണ് അവർ പറയുന്നത് സഭയോട് കൂടെ പോയി അവർ ആരാധിച്ചു. സഭയിൽ പോയി ആരാധിച്ചെന്നല്ല, സഭയുടെ കൂടെ. സഭയെന്ന് പറയുന്ന വീണ്ടും ജനിച്ചവരാണ്. അപ്പോൾ വീണ്ടും ജനനം ഉണ്ടായതിന് ശേഷമേ സഭ നിലകൊണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം എന്നുണ്ടായി? പത്രോസ് തൻ്റെ ലേഖനത്തിൽ, പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായം, അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഒറ്റ വാക്കിൽ നമുക്കത് വായിക്കാൻ പറ്റും. മലയാളം ബൈബിള് നിങ്ങൾ വായിക്കുമ്പോൾ 3, 4, 5 3 വാക്യം വായിച്ചാലേ പിടികിട്ടത്തുള്ളൂ. കാരണം 3-ാം വാക്യത്തിൻ്റെ ആദ്യവും 5-ാം വാക്യയുടെ അവസാനമാണ് ശരിക്കൊരു വചനം. ഇടയ്ക്ക് എല്ലാം കൂടി ചേർത്ത് മലയാളത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബ്ലെസ്സഡ് ബി ഗോഡ് ദ ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ ഇങ്ങനെ എഴുതുന്നത് ബ്ലെസ്സഡ് ബി ഗോഡ് ആൻഡ് ദ ഫാദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗോഡ് ആൻഡ് ദ ഫാദർ, അതിനെക്കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല, അത് പിന്നീട് വ്യാഖ്യാനിക്കാം. എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്? ദൈവവചനത്താൽ. വചനം ജഡമായവനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന ദ വേർഡ് ദാറ്റ് ഈസ് ജീസസ് കെയിം ഇൻ ടു. അപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു, എൻ്റെ ഹൃദയം തുറന്നു, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവ പൈതലായി തീർന്നു. ബോൺ അഗെയിൻ എക്സ്പീരിയൻസായി. പുനരുത്ഥാനത്തിന് ശേഷമാണിത് നടന്നത്. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ മുൻപായി, പുനരുത്ഥാനത്തിന് ശേഷം മുഴുവൻ സുവിശേഷങ്ങളെ രണ്ടായിട്ട് വേണം തിരിക്കാൻ. പുനരുത്ഥാനത്തിന് ശേഷം, പുനരുത്ഥാനത്തിൻ്റെ മുൻപായി. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പം 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും യേശു തന്നെക്കുറിച്ചോ താൻ ആരാണെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചിലരിങ്ങനെ പറയുന്നത്, യേശു എപ്പോഴും പിതാവിനെ കണ്ട് ഞാൻ പിതാവ് എന്നെക്കാളും വലിയവൻ, അതുകൊണ്ട് യേശുവിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ഭവനം തോറും പോയി പറയുന്ന ഒരു സെക്റ്റുണ്ട്, ഇന്നും ഉണ്ട്. അവർ വീട്ടിൽ പോയി പറയുന്ന യേശു ആരും അല്ലെന്ന്. തെറ്റിദ്ധരിക്കരുത്, അവരാൽ ചതിക്കപ്പെടുകയും വരരുത്. യേശു ദൈവപുത്രനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡം ധരിച്ചതാണ്. വചനം, നിങ്ങൾ ബൈബിൾ വായിക്കാത്തവരെ തെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല, പുനരുത്ഥാനം എന്ന് പറയുന്നത് തന്നെ വെളിപ്പാടാണ്. ക്രൂശ് വരെ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ ക്രൂശീകരണത്തിന് ശേഷം നടന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ആ സഭ എന്താ നോക്ക്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമാണെന്ന് പറയുന്ന ആ വചനമായിരുന്നു ജഡമായി തീർന്നത്. ആൻഡ് ഹി ബിക്കെയിം പുട്ട് ഓൺ ഫ്ലെഷ്. ആൻഡ് ദാറ്റ് ഫ്ലെഷ് ആണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. താൻ ദൈവവചനം അല്ലെങ്കിൽ പിതാവാം ദൈവം ആരാന്ന് വെളിപ്പെടുത്തി. സോ യേശു ഏതൊരു സാധാരണ സൃഷ്ടിയല്ല.
ദൈവപുത്രൻ തന്നെയാണ്. അതിനൊരു ഡൗട്ടും വേണ്ട. തീത്തോസിൻ്റെ ലേഖനം വായിച്ചു, എല്ലാ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ ഹീസ് എ സൺ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഹിംസെൽഫ്. പക്ഷേ വന്നിരിക്കുന്ന ദൗത്യം എന്താ? ദൈവം ആരാണെന്നും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാനായിട്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 പറയുന്നത്, നോ വൺ ഹാസ് എവർ സീൻ ഗോഡ് അറ്റ് എനി ടൈം, ഓൺലി ബിഗോട്ടൻ സൺ ഹൂ ഈസ് ഇൻ ദ ബൂസം ഓഫ് ദ ഫാദർ ഡിക്ലെയർഡ് ഹിം, റിവീൽഡ് ഹിം. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ നമുക്ക് യേശു തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കുപോലുമില്ല. 2, യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് നിക്കോദിമോസിനോട് 3-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു. പക്ഷെ ആ ഒരു 4 സുവിശേഷങ്ങളിലും വീണ്ടും ജനിച്ചവൻ എന്തായിത്തീരും എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് മനസ്സിലാകത്തില്ല താനും. കാരണം വീണ്ടും ജനിച്ചവനെ ആത്മീയ കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. ഈ നമ്മുടെ 5 സെൻസ് കൊണ്ട് നമ്മുടെ ഈ ശരീരം, അതായത് ബുദ്ധി, ടേസ്റ്റ്, ടച്ച്, ബുദ്ധി കൊണ്ടൊന്നും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം സമയത്തിനും ഈ കാണുന്ന മാറ്റർ, ഈ ലോകത്തിൽ നിന്നും അതീതമാണ്. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടിക്കകത്ത് നിന്നുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സൃഷ്ടിയുടെ വെളിയിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. നമ്മളൊരു ഒരു ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അകത്തിരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, വെളിയിൽ നിന്നാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ദൈവം ഈ ഭൂഖണ്ഡങ്ങളെയും ബാക്കി മുഴുവൻ സൃഷ്ടിക്കുമ്പോൾ ഹീസ് ബിയോണ്ട് ദാറ്റ്. ആ ബിയോണ്ടായിരിക്കുന്ന, അതിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആളിനെ എൻ്റെ ഈ ലിമിറ്റഡായിട്ട് ബുദ്ധിയിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടത്. ആ വീണ്ടും ജനനം, ആത്മാവിലുള്ള ജനനം ഉണ്ടാകുമ്പോൾ അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. വീണ്ടും വീണ്ടും ജനിക്കണം എന്ന് യേശു പറഞ്ഞു. പക്ഷെ വീണ്ടും ജനിച്ചവൻ എന്തായിത്തീരും എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. സോ നമ്മുടെ ഉള്ളിലൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. 4 സുവിശേഷങ്ങളിൽ യേശു തന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിതാവ് സ്നേഹമാണ്, സ്നേഹിക്കുന്നവനാണ്. മാത്രമല്ല യോഹന്നാൻ സുവിശേഷം 16 വന്നപ്പോൾ യേശു പറയാ, ഐ സ്റ്റിൽ ഹാവ് മെനി തിങ്സ് ടു ടെൽ യു ബട്ട് യു കനോട്ട് ബെയർ ദം നൗ. എനിക്ക് ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കത് പിടികിട്ടത്തില്ല. However, when the Spirit of truth has come, He will guide you into all truth. He will not speak of Himself or His authority, but what He will hear, He will speak. He will glorify me. He will take of what is mine and declare to you. All that is of the Father is mine. Therefore I said, He will take of mine and declare it to you. യേശു പറയാ, പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ വരും. ഞാൻ പറയത്തില്ല, എൻ്റെ ദൗത്യം പിതാവിനെ വെളിപ്പെടുത്താൻ. പരിശുദ്ധാത്മാവ് എന്നാണ് വന്നത്? പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് വന്നത്. എപ്പോഴാണ് വന്നത്? യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാർ പറയുന്നത്, യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. We are the witnesses that Jesus is alive. Now resurrection എന്ന് പറയുന്ന, ഉയർപ്പ് എന്ന് പറയുന്നതിനകത്ത് അവിടെയും ഒരു സംശയം വന്നേക്കാം. ലാസർ മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റല്ലോ. പഴയ നിയമകാലത്തിലും മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ചരിത്രത്തിൽ പല പ്രാവശ്യം ഉയർപ്പ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് യേശുവിൻ്റെ ഉയർപ്പിന് എന്താ പ്രത്യേകത? ലാസറും ബാക്കിയുള്ളവരും മരിച്ചെടുത്തുനിന്ന് ജീവനോടെ വന്നതേ ഉള്ളൂ. യേശു മാത്രമേ ഉള്ളൂ പുനരുദ്ധാനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനൂടെ നടന്നു ബോഡിയിൽ. മറ്റുള്ളവർക്ക് പിന്നെയും രക്തവും മാംസമുള്ള ശരീരമാണ്. യേശുവിന് രക്തമില്ലാത്ത ഒരു ഗ്ലോറിഫൈഡ് ബോഡിയോടെയാണ് ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്തത്. യേശു മാത്രമേ ഉള്ളൂ മരിച്ചെടുത്തുനിന്ന് പുനരുദ്ധാനം ചെയ്തത്, റിസറക്റ്റഡ് എന്ന വാക്ക്. അപ്പോൾ സഭയെ എപ്പോഴാണ് ഉണ്ടായത്? യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം
പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, വീണ്ടും ജനനം ആരംഭിച്ച ശേഷം വീണ്ടും ജനിച്ചവരുടെ കൂട്ടായ്മയാണ് സഭ. പാരമ്പര്യമായിട്ട് ഒരാൾക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. വ്യക്തിപരമായി യേശുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ മാത്രമേ വീണ്ടും ജനിച്ചവർ ആകാൻ പറ്റത്തുള്ളൂ. അത് ദൈവമാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഞാൻ പോയി ഇന്ന് ക്രിസ്ത്യാനിയാകാൻ നടക്കത്തില്ല. ദൈവം തന്നെ കാരണക്കാരൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ സഭ ഏത് ഉപദേശത്തിലാണ് നിൽക്കേണ്ടത്? ഈ മുഴുവൻ ബൈബിളും എനിക്ക് വേണ്ടിയുള്ളതാണോ? വളരെ ഈസിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. വീണ്ടും ജനിച്ചവൻ ആദ്യമേ ക്രിസ്തു യേശുവിലായി കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ വായിച്ചാൽ ഒരു കുഴപ്പമില്ല. ഏതാ എടുക്കേണ്ടതെന്നും ഏതാ എടുക്കേണ്ടാത്തതെന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റും. കാര്യം ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 70-80% നമുക്ക് വേണ്ടാത്തതാണ് ഇതിനകത്തിരിക്കുന്നത്. യഹൂദന്മാരോട് ദൈവം ഇടപെട്ട പല കാര്യങ്ങളും, മോശ തൻ്റെ ഹൃദയപ്രകാരം എഴുതിയ പല കാര്യങ്ങളും, അതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ടൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. പുതുതായിട്ട് ഒരാൾ യേശുവിൽ വരുമ്പോൾ ഈ ഫുൾ ബൈബിൾ കൊണ്ട് പ്രസൻറ്റ് ചെയ്യരുത്. പുതിയ നിയമ ലേഖനങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ, സുവിശേഷവും പുതിയ നിയമലേഖനം. കാരണം കൺഫ്യൂഷൻ ഉണ്ടാകും പല തരത്തിൽ. യേശു ക്രിസ്തു പറയാണ്, ഞാൻ സമാധാനമല്ല വാളത്രേ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കും. കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതന്നെ തീവ്രവാദികളാണോ വാള് കൊടുക്കുന്നത്? അങ്ങനെ അപ്പൻ അമ്മയോടും അപ്പൻ മക്കളോടും അമ്മ അമ്മ മകളോടുമൊക്കെ വേർതിരിക്കും. യേശു വരുന്നതിന് മുമ്പായി രക്ഷകൻ വരുന്നുണ്ട് എന്ന് പ്രവാചക പുസ്തകത്തിനകത്തുണ്ട്. യേശു വന്നപ്പോൾ ഏറ്റവും വലിയ വാദവും തർക്കവും അതിനെക്കുറിച്ചായിരുന്നു. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ യഹൂദ ജനതയുടെ മധ്യത്തിൽ യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ ഇതല്ല രക്ഷകൻ, ഇതാണ് രക്ഷകൻ. അങ്ങനെ ഭിന്നത ഭവനങ്ങളിൽ ഉണ്ടാകുക ഇപ്പോഴത്തെ കാര്യമല്ല ഈ പറയുന്നത്. യേശു വാളെടുക്കാൻ പറഞ്ഞെങ്കിൽ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശുവിനെ പിടികൂടാൻ വന്നവരുടെ ഒരാൾ പത്രോസ് അവരുടെ വാളെടുത്ത് ചെവി വെട്ടി താഴെ വീഴ്ച. യേശു വാളെടുക്കാൻ പറഞ്ഞ ആളായിരുന്നെങ്കിൽ യേശു കൈയടിച്ചെന്നെ, വെരി ഗുഡ്, ഇത്രയും പേരുണ്ടായിട്ട് പത്രോസെ നീ മാത്രമേ ഉള്ളല്ലോ എന്നെ രക്ഷിക്കാൻ എന്ന് യേശു പറഞ്ഞില്ല. ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. യേശു ഒരിക്കലും വാളെടുക്കാൻ പറഞ്ഞിട്ടില്ല. അഭിപ്രായ ഭിന്നതയെക്കുറിച്ചാണ് അവിടെ യേശു പറഞ്ഞത്. അതാരുടെ ഇടയിൽ? യഹൂദ മതത്തിൻ്റെ ആ കുടുംബങ്ങളുടെ ഇടയിൽ. രക്ഷകനാണോ അല്ലയോ? അവർ യേശുവിനെ കല്ലെറിയാൻ ഭാവിച്ചു. നീ അബ്രഹാമിനേക്കാളും മുമ്പേ ഉള്ളവൻ ആരാ പറഞ്ഞേ? കല്ലെറിയാൻ ഭാവിച്ചു. ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു അനുഭവമുണ്ട്. ശമരിയ ദേശത്തേക്ക് പോകാനിരിക്കുന്ന യേശുവിനെ അവർ തടഞ്ഞു, വരണ്ടെന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ്. യോഹന്നാൻ പറയാ, തീ ഇറക്കിയ ഏലിയയെ പോലെ. ഇവിടെ ഏലിയ, പഴയ നിയമത്തിൽ ഏലിയ തീ ഇറക്കിയ ഒരു കഥയുണ്ട്. ഏലിയ തീ ഇറക്കിയതുപോലെ ഇറങ്ങി സമരിയ മുഴുവൻ നശിപ്പിച്ചേക്കട്ടെ കർത്താവേ. യേശു അവിടെയും യോഹന്നാന് താക്കീത് കൊടുത്ത് ശാസിച്ചുകൊണ്ട് പറയാം, നിൻ്റെ അകത്ത് ഏതാത്മാവാന്ന് നീ അറിയുന്നില്ലേ? നീ പിശാചായി പറയുന്നത് നശിപ്പിക്കാൻ. തീ ഇറക്കി ഏലിയ ചെയ്തത് ദൈവത്തിൽ നിന്നാണോ? നോക്കവിടെ. യേശു പറയാം, മനുഷ്യപുത്രൻ നശിപ്പിക്കാനല്ല വന്നത്, രക്ഷിപ്പാനാണ് വന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വാളെടുത്ത പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ താൻ പറയാം, നിങ്ങളുടെ പ്രത്യാശയുടെ കാരണം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ തർക്കിക്കണമെന്നല്ല, തർക്കിച്ച് ജയിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ സൗമ്യമായി അവരോട് മറുപടി പറയണം. പത്രോസും യോഹന്നാനും ഉപദ്രവം സഹിച്ചപ്പോൾ അവരതിനെ റെസിസ്റ്റ് ചെയ്യാനല്ല പോയത്, മറിച്ച് പിതാവേ അവരെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടണേ. എന്തൊരു രൂപാന്തരമാണ്! അതാ വീണ്ടും ജനനം. വീണ്ടും ജനിച്ച കൂട്ടം സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന് പ്രതിപുരുഷന്മാരാണ് സഭ. അതേ സ്നേഹം, അതേ ദീർഘക്ഷമ,
അതേ ദൈവശക്തി, അതേ ദൈവജ്ഞാനം ഭൂമിയിൽ നടപ്പിലാക്കുന്നവരാണ്. വചനത്തിലെ പലതും മിസ്കോട്ടഡ് ആയിട്ട് പോകുമ്പോൾ ഇന്ന് എന്നെ കാണുന്നവർ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം: ദൈവം സ്നേഹമാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഓരോ ഭവനങ്ങളിലും വലിയ വെളിപ്പാട് നൽകട്ടെ, കണ്ണ് തുറക്കട്ടെ. വാസ്തവത്തിൽ യേശു എന്ന് പറയുന്ന എല്ലാത്തിനും അതീതമാണെന്ന് മനസ്സിലാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരു അതിർത്തിക്കകത്ത് ഒരു ലിമിറ്റേഷനായിട്ട് നിർത്താതെ ലോകരക്ഷകനാണെന്ന് യേശുവെന്ന് കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തെ, ഇടുക്കത്തെ വിശാലമാക്കണം. ഇടുക്കങ്ങളെല്ലാം മാറട്ടെ. കാണുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മൂക്കിൻ്റെ അകത്തെ പോളിപ്പ് ആരുടെയോ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ ഹാർട്ടിൻ്റെ അകത്ത് ഉള്ള ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അത്ഭുത സൗഖ്യങ്ങളാകട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മെയ് 1 മുതൽ നമ്മൾ ഉപവാസ പ്രാർത്ഥന കോട്ടയത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. 21 ദിവസം. എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ എല്ലാ വർഷവും ഉപവാസ പ്രാർത്ഥന നടത്തുന്ന പദ്ധതികളില്ല. എന്നാൽ കർത്താവ് ഉള്ളിൽ ഒരു നിയോഗം തരുമ്പോൾ, കർത്താവ് ഉള്ളിൽ ഒരു ആഗ്രഹം തരുമ്പോൾ ഒന്നിച്ചിരുന്ന് ദൈവവചനത്തിന് എപ്പോഴും പ്രസക്തി. ഉപവാസം എന്ന് പറയുന്നത് കഴിക്കാൻ പോകുന്ന ആ സമയം കൂടെ ദൈവവചനം കേൾക്കുക. 21 ദിവസം തുടർച്ചയായിട്ട് മെയ് 1 മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. 5-ാം തീയതി നാളെ ഒക്കെ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് കയറുവാണ്. എല്ലാവരെയും, കാണുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കോട്ടയത്ത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സ്പെഷ്യലി ഒരുക്കിയിരിക്കുന്ന ടെൻറ്റിലാണ് രാവിലെയും വൈകിട്ടും ആരാധനയും ദൈവവചന ഘോഷണം നടക്കുന്നത്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്ന കേഴ്സ് ബ്രേക്കിംഗ്, ശാപവിമുക്തി ശുശ്രൂഷ കോതമംഗലത്ത് 10 ദിവസം നടത്തിയിട്ട് എങ്ങും ഒന്നും എത്താൻ പറ്റിയില്ല. തിരുവല്ലയിൽ പല സ്ഥലത്തും ഒന്നും നടന്നിട്ടില്ല. കാര്യം അത്രയും നല്ല ലെങ്തി ഒരു സെഷനാണ്. ഈ 21 ദിവസം ഉപവാസത്തിൻ്റെ ഇടയിൽ കേഴ്സ് ബ്രേക്കിങ്ങിനായിരിക്കും രാവിലത്തെ സെഷനുകളിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കാൻ പോകുന്നു. 21 ദിവസം ഉള്ളത് കൊണ്ട് 2-3 ടോപ്പിക്കായിരിക്കും എടുക്കുന്നത്. 1, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്താ, എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, ശാപം ഉണ്ടോ, അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് വെളിയിൽ വരണം. 4, തുടർച്ചയായി അനുഗ്രഹത്തിൽ ജീവിക്കാം, ഹൗ ടു കണ്ടിന്യൂ ഇൻ ബ്ലെസ്സിങ്. ഈ 4 ടോപ്പിക്ക് കഴിയുന്നതും 21 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. രാവിലത്തെ സെഷനുകളുടെ ഊന്നൽ കേഴ്സ് ബ്രേക്കിങ്ങും, ഈവനിങ് പൊതു ശുശ്രൂഷയും രോഗസൗഖ്യവും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിൽ 2-ാമത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനായിരിക്കും. ഓരോ ദിവസവും ഓരോ പ്രത്യേക വിഷയത്തിനായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പേഴ്സണൽ വിടുതലിന് വേണ്ടിയായിരിക്കും. ചിലർക്ക് ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഓരോ ദിവസവും ഓരോന്നായിരിക്കും. ഒന്നും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം, പ്രാപിക്കാം. ഇരിക്കുന്നത് എഴുന്നേൽപ്പിക്കാനാണ്. കോട്ടയത്ത് 21 ദിവസം ഉപവാസത്തിൽ എന്നെ കാണുന്ന എല്ലാവർക്കും വന്ന് പങ്കെടുക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.